നമസ്കാരം. പാകിസ്ഥാനിൽ വീണ്ടും സൈനിക അട്ടിമറി എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് അവിടുത്തെ ഭരണകൂടവും അവിടുത്തെ ആർമിയും ഇപ്പോൾ രണ്ടും രണ്ട് തട്ടിലായിരിക്കുകയാണ്. അതായത് പാകിസ്ഥാൻ ഒരു ശ്രമം നടത്തിയത് ഒരു മധ്യസ്ഥ ശ്രമത്തിലൂടെ, ഇറാൻ അമേരിക്ക ഇസ്രായേൽ വിഷയത്തിൽ ഒരു മധ്യസ്ഥ ശ്രമത്തിലൂടെ കുറച്ച് കാശൊക്കെ അടിച്ചു മാറ്റാം, ഒരു ബ്രോക്കർ പരിപാടിയിലൂടെ കുറച്ച് കാശ് സമ്പാദിക്കാം. രാജ്യത്തിന് ഇതൊരു ആവശ്യമായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ചും എണ്ണയുടെ ഒരു വലിയ ദാരിദ്ര്യമാണ് പാകിസ്ഥാനിലുള്ളത്. അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്ത് പാകിസ്ഥാനെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാം എന്നൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പാകിസ്ഥാൻ ഇതൊരു ദാനമായി കിട്ടുന്ന ഒരു ഓഫറാണ്. അമേരിക്കയുടെ ഭാഗത്താണ് ഈ ഓഫർ പാകിസ്ഥാന് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ ഖ്വാജ ആസിഫ്, അവിടുത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി തന്നെ ഈ കാര്യത്തെ ആകെ കുളമാക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ ഈസ് ഈവിൽ ആൻഡ് എ കോസ് ഫോർ ഹ്യൂമാനിറ്റി, അങ്ങനെ പോകുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ്, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പീസ് ടാക്സ് ആർ അണ്ടർ വേ ഇൻ ഇസ്ലാമാബാദ്, ജീനോസൈഡ് ഇസ് ബീങ് കമ്മിറ്റഡ് ഇൻ ലെബനൻ, ഇന്നസെൻറ്റ് സിറ്റിസൺ ആർ ബീങ് കിൽഡ് ബൈ ഇസ്രായേൽ, ഫസ്റ്റ് ഗാസ ദെൻ ഇറാൻ നൗ ലെബനൻ, ഇങ്ങനെ പോകുന്നു ഒരു അദ്ദേഹം പങ്കുവച്ച പോസ്റ്റ്. അപ്പോൾ ഇത്തരത്തിൽ ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേൽ കൊന്നുകൊണ്ടേ ഇരിക്കുകയാണ്, ആദ്യം ഗാസയിൽ, പിന്നീട് ഇറാനിൽ, ഇപ്പോൾ ലെബനനിൽ എന്ന് പറഞ്ഞിങ്ങനെ നീണ്ടുപോകുന്നു. പക്ഷേ ഒരു ദയാദാക്ഷിണ്യത്തിൻ്റെ പുറത്ത് ഇത്തരത്തിലൊരു മീഡിയേറ്ററായിട്ട് പാകിസ്ഥാൻ എത്തിയതിന് ശേഷം ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് പാകിസ്ഥാനെ തന്നെയാണ്. പാകിസ്ഥാൻ്റെ എല്ലാ സൈന്യത്തിൻ്റെയും മേധാവിയായിട്ടുള്ള സുപ്രീം പൊസിഷനിലുള്ള അസീം മുനീർ തന്നെയാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത്, കണക്കിനുള്ള പണി കിട്ടിയിരിക്കുന്നത്. കാരണം പാകിസ്ഥാനെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നത് അമേരിക്കയാണ്. അമേരിക്ക ട്രംപ് നേരിട്ട് വിളിച്ചു പറയുന്നത് ഒരിക്കലും ഷഹബാസ് ഷെരീഫിലായിരിക്കില്ല, അസീം മുനീറിലായിരിക്കും. അസീം മുനീറിനെ കൊണ്ട് ഇത്തരത്തിലൊരു നാടകം കളിപ്പിക്കുകയാണ്. ട്രംപാണ് ഇതിൻ്റെ ചരട് വലിച്ചിരിക്കുന്നത്. കാരണം അമേരിക്കയ്ക്ക് യുദ്ധം മതിയായി, എങ്ങനെയെങ്കിലും ഈ വിഷയം ഒന്ന് നിർത്തണം. അപ്പോൾ അതിന് അമേരിക്കയ്ക്ക് ചെന്ന് പറയാൻ പറ്റില്ല. കാരണം അമേരിക്ക ഇത്രയും ഒരു വലിയ പൊസിഷനിൽ ഇരുന്നിട്ട് നേരിട്ട് ചെന്ന് ഇറാനോട് പറയാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ വിഷയത്തിൽ അതുകൊണ്ട് തന്നെ അമേരിക്ക നേരെ പാകിസ്ഥാനെ സമീപിക്കുന്നു, പാകിസ്ഥാൻ വിഷയത്തിൽ ഇടപെടുന്നു. പക്ഷേ ഇസ്രായേൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു ഭീകരവാദ രാജ്യത്തിനോടൊപ്പം നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. എല്ലാ കാര്യത്തിലും, ഈ പീസ് ബോർഡിൻ്റെ കാര്യത്തിലൊക്കെ, ഗാസയിൽ സമാധാനം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് പീസ് ബോർഡിൻ്റെ കാര്യത്തിൽ പോലും ഈ രീതിയിലാണ് ഇസ്രായേൽ അപ്പോഴത്തെയും പ്രതികരണം. അമേരിക്ക പോലും ഈ അടുത്ത സമയത്ത് അമേരിക്കയുടെ ഒരു കോൺഗ്രഷണൽ റിപ്പോർട്ടിൽ പാകിസ്ഥാൻ ഒരു ഗ്ലോബൽ ടെററിസ്റ്റ് രാജ്യമായിട്ടാണ് സത്യത്തിൽ മുദ്ര കുത്തിയിരുന്നത്. ഇവർ രണ്ടുപേരും ചേർന്ന് ഇത് പാകിസ്ഥാനെ ഉന്മൂലനം ചെയ്യാനൊക്കെ ഇരുന്നതാണ്. പക്ഷേ അപ്പോഴാണ് ഈ യുദ്ധം പ്രത്യേകമായൊരു രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു. ഈ യുദ്ധം അവസാനിക്കുന്നില്ല. ഒരു ഒത്തുതീർപ്പ് നയത്തിലേക്ക് ഇറാനും വരാത്തൊരു സാഹചര്യത്തിൽ ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം. കാരണം ട്രംപിന് അമേരിക്കയിലുള്ള വലിയ പിന്തുണ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 25% താഴെയാണ് ഇപ്പോൾ ട്രംപിന് അമേരിക്കയിൽ ലഭിക്കുന്ന ഒരു പിന്തുണ. നേരത്തെ തന്നെ ഡെമോക്രാറ്റ്സിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള എതിർപ്പ് ട്രംപിന് നേരെ ഉണ്ടായിരുന്നു. ഡെമോക്രാറ്റ്സിന് ഒരു അയൽ രാജ്യം പോലെ, ഒരു ശത്രു രാജ്യം പോലെയാണ് ട്രംപ് അപ്പോൾ കണ്ടത്. പക്ഷേ റിപ്പബ്ലിക്കൻസിൻ്റെ ഭാഗത്ത് നിന്ന് പോലും വലിയ കനത്ത എതിർപ്പ് ഉണ്ടായി. ഇനി അടുത്ത മിഡ് ടേം വരാൻ പോകുന്നു, മിഡ് ടേമിൽ ട്രംപ് താഴെ പോകുന്ന ഏകദേശം ഉറപ്പാണ്. അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് പിടിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ടായിരുന്നു പാകിസ്ഥാനെ രംഗത്തിറക്കിയത്. പക്ഷേ പാകിസ്ഥാൻ കൊണ്ടുചെന്ന് വച്ചിരിക്കുന്ന ഒരു അവസ്ഥയോ, ഈ ഖ്വാജ ആസിഫ് തന്നെ ഈ രീതിയിൽ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും തിരിഞ്ഞുകുത്തിയിരിക്കുകയാണ്. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ എന്തായാലും പാകിസ്ഥാനിൽ അടുത്ത കാലത്ത് തന്നെ ഒരു ആഭ്യന്തര യുദ്ധം തന്നെ ഉണ്ടാകും, ഒരു സൈനിക അട്ടിമറി ഉണ്ടാകും എന്ന് ഏകദേശം ഉറപ്പാണ്. അത് ട്രംപ് സ്പോൺസേഡ് ചെയ്യുന്ന ഒരു സൈനിക അട്ടിമറി തന്നെ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു അവസ്ഥ. നിലവിൽ തന്നെ പാകിസ്ഥാൻ ആകെ കടത്തിലും വലിയ ദാരിദ്ര്യത്തിലുമൊക്കെയാണ്. ഇനി വീണ്ടും ഇങ്ങനെയൊരു സൈനിക അട്ടിമറി കൂടി വന്നാൽ എങ്ങനെയാകും കാര്യങ്ങളെന്നതിനെക്കുറിച്ച് വ്യക്തമായി ഒരു ധാരണയുമില്ല. എണ്ണയാണെങ്കിൽ തീരെ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. എണ്ണ വലിയ ക്ഷാമം നേരിടുന്നുണ്ട് പാകിസ്ഥാനിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ പാകിസ്ഥാനിൽ ഒരു സൈനിക അട്ടിമറിയും കൂടി വന്നാൽ, സൈന്യത്തിന് ധാരാളം സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു രാജ്യത്തെ തീറ്റിപ്പോറ്റുവാനുള്ള സമ്പത്തൊന്നും സൈന്യത്തിനുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പാകിസ്ഥാന് അതിജീവിക്കാൻ കഴിയില്ല. ഇതിനോടൊപ്പം തന്നെ സർക്കാർ ഓഫീസുകൾ അടച്ചിട്ടു, അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങൾ അടച്ചിട്ടു. വിദ്യാലയങ്ങൾ പലതും ഓൺലൈനാക്കി. ഓൺലൈനിലുള്ള മര്യാദയ്ക്കുള്ള സൗകര്യങ്ങൾ പാകിസ്ഥാൻ ഇല്ലയും താനും. അങ്ങനെ വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് പാകിസ്ഥാനിൽ നേരിടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റുമായിട്ട് അവിടുത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. സത്യത്തിൽ ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയുടെ ഒരു കാലം തന്നെയാണിത്. എങ്ങനെയെങ്കിലും കുറച്ച് പുത്തനുണ്ടാക്കാൻ നോക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പ്. ഇനി അസീം മുനീറിനായിക്കോട്ടെ, രാജ്യത്തിനായിക്കോട്ടെ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. അതായത് അവിടെ ഉടനടി തന്നെ ഇത്തരത്തിലുള്ളൊരു സൈനിക
അട്ടിമറി നടന്നില്ലെങ്കിൽ ഒരു ആഭ്യന്തര കലാപത്തിന് തന്നെ പാകിസ്ഥാൻ വേദിയാകുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. കാരണം 42% ഭീകരവാദം കൂടുതലായിരിക്കുന്നത് പാകിസ്ഥാനിൽ. ഭീകരവാദം വലിയ രീതിയിൽ തന്നെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഒരു വലിയ പ്രതിസന്ധി ഇതുമൂലം പാകിസ്ഥാനിൽ നേരിടാൻ പോവുകയുമാണ്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ കൂടി പാകിസ്ഥാൻ കടന്നു പോകുമ്പോൾ ഒരല്പം ഊർജ്ജ ഉപഭോഗവും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു ഒത്തുതീർപ്പ് പാകിസ്ഥാന് ഏറെ അനിവാര്യമായിരുന്നു. സത്യത്തിൽ ഈ ഒത്തുതീർപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യക്കാർ ഇറാനേക്കാൾ പാകിസ്ഥാനാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ വീണ്ടും താഴോട്ട് പോയിരിക്കുന്നത്. എന്തായാലും ഇനി ഈ മധ്യസ്ഥ ചർച്ച മുന്നോട്ട് പോകും എന്ന് തോന്നുന്നില്ല. കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാഷ്ട്രമാണ് എന്നും അതിന് അനുകൂലമായ രീതിയിലൊന്നും തങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി പാകിസ്ഥാനെ വിളിക്കുവാനും പറ്റില്ല എന്ന് ഇസ്രായേൽ തുറന്നടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹമാസും ലഷ്കർ ഇ തോയ്ബയും ഒക്കെ ആയി ബന്ധമുള്ള ഈ പാകിസ്ഥാനെ ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് കൊണ്ടുവന്നാൽ നാളെ ചിലപ്പോൾ ഇവരേത് മറുകണ്ഠം ചാടും, എങ്ങനെയാണ് ഇവർ മുന്നോട്ട് പോകുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ലോകത്തിൻ്റെ സുരക്ഷയ്ക്കും വലിയ വെല്ലുവിളി തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇസ്രായേൽ ഇങ്ങനെയൊക്കെ പറയാൻ മറ്റൊരു കാരണവും കൂടിയുണ്ട്. ഇസ്രായേൽ ഈ യുദ്ധം തുടങ്ങി വച്ചത് തന്നെ തങ്ങളിത് കേവലം ഇറാന് നേരെ നടത്തുന്ന യുദ്ധമല്ല, മറിച്ച് ലോകത്തിലെ ഭീകരവാദികളായിട്ടുള്ള രാജ്യങ്ങൾക്ക് നേരെ നടത്തുന്ന യുദ്ധമാണ്. ഭീകരവാദ രാജ്യങ്ങൾക്ക് നേരെ നടത്തുന്ന യുദ്ധം ഇറാന് നേരെ നടത്തുമ്പോൾ തൊട്ടടുത്ത് ഇനി ഇസ്രായേലിന് അടിക്കേണ്ടത് പാകിസ്ഥാനെയാണ്. കുറച്ച് നേരത്തെ പലസ്തീനെ അടിച്ചു, ഹമാസിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ഇങ്ങനെ ലോക ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. പക്ഷേ നേരെ മറിച്ച് ഈ മധ്യസ്ഥ ചർച്ചയിൽ ഇന്ത്യയാണ് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ഭാഗത്ത് അനുകൂലമായ ഒരു സമീപനം തന്നെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു ബ്രോക്കർ രാജ്യമല്ല. ഇന്ത്യയുടേതായ ഒരു അഭിമാന ബോധമുണ്ട്. അമേരിക്ക നടത്തിയ ഈ ചെയ്തികളെല്ലാം ന്യായീകരിക്കുവാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയുമില്ല. പ്രത്യേകിച്ചും ഇന്ത്യയോടൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഇന്ത്യക്ക് നന്നായി അറിയാം. താരിഫ് അമിതമായി ഏർപ്പെടുത്തിയ കാര്യമൊക്കെ ട്രംപ് എന്താണോ ചെയ്തത് അതിനുള്ള പ്രതിവിധി ട്രംപ് തന്നെ കണ്ടെത്തേണ്ടതുകൊണ്ട് നാറ്റോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ട്രംപിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആണ് ഇത്തരത്തിൽ പാകിസ്ഥാനെ രംഗത്തിറക്കിയത്. പാകിസ്ഥാനാണെങ്കിലോ ഈ രീതിയിലായി. എന്തായാലും ഇനി ഇതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇതേ ഖ്വാജ ആസിഫാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ അമേരിക്ക ഒരു ടോയ്ലറ്റ് പേപ്പർ പോലെ പാകിസ്ഥാനെ വലിച്ചെറിയുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. അതായത് പാകിസ്ഥാൻ ആണ് അമേരിക്ക ഏറ്റവും അധികം സഹായിച്ച ഒരു രാജ്യം. 1980കളിൽ USSRനെ എതിർക്കുന്ന സമയത്ത് പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വേണ്ടി ആ രാജാവിനെതിരെ തന്നെ പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് അൽ ഖ്വയ്ദ ഒക്കെ ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ താലിബാൻ ഉണ്ടാകുന്നു. എന്നാൽ ഇതേ താലിബാൻ അമേരിക്കയെ എതിർക്കുന്ന സമയത്ത് ആ താലിബാനെതിരെ നിലകൊള്ളുവാൻ പോലും പാകിസ്ഥാൻ സമ്മതിച്ചു. പാകിസ്ഥാൻ അങ്ങനെ നിൽക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് നിരവധി ജീവനുകളാണ് പാകിസ്ഥാനിൽ നിന്ന് പൊലിഞ്ഞത്. നിരവധി സൈനികരുടെ ജീവനുകൾ നഷ്ടപ്പെട്ടു. ഏകദേശം 35,000-ഓളം സൈനികരുടെ ജീവൻ തന്നെ പാകിസ്ഥാന് ആ സമയത്ത് നഷ്ടപ്പെട്ടിരുന്നു. അത്തരത്തിൽ അമേരിക്കയോട് എല്ലാ സമയത്തും സഹകരിച്ചിരുന്ന പാകിസ്ഥാനെ ഒരു ഭീകരവാദ രാജ്യമാക്കി അമേരിക്ക ചിത്രീകരിക്കുകയും അമേരിക്ക കൈയൊഴിയുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ പാകിസ്ഥാനെ അമേരിക്ക കൈയൊഴിഞ്ഞു. ഇതിനോടുള്ളൊരു ദേഷ്യം ഒക്കെ മറച്ചു പിടിച്ചുകൊണ്ടാണ് അമേരിക്ക ഒരു വാഗ്ദാനം നടത്തിയപ്പോൾ അതിൻ്റെ പുറകെ അസീം മുനീർ വാലാട്ടിക്കൊണ്ടുപോയത്. ആ ഒരു ചുരുക്കൊക്കെ ഖ്വാജ ആസിഫിനുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ മാറി വീണ്ടും മധ്യസ്ഥ ചർച്ചയ്ക്ക് വന്നു. പാകിസ്ഥാൻ എന്തെങ്കിലും പൈസ കിട്ടുമെന്ന് ഉറപ്പായി വന്നപ്പോൾ വീണ്ടും ഖ്വാജ ആസിഫ് ഇത്തരത്തിലുള്ളൊരു കാര്യം പുറത്തേക്ക് ഇട്ടിരിക്കുന്നു. എന്തായാലും പാകിസ്ഥാൻ്റെ ഭാവി ഇനി എന്താണ് എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.